അട്ടപ്പാടി മേഖലയിൽ കാട്ടാന ശല്യം അതീവ ഗുരുതരമായി തുടരുമ്പോഴും വനം വകുപ്പും സർക്കാരും തികഞ്ഞ ഉദാസീനതയിലെന്ന് ആക്ഷേപം. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപകമായ കൃഷിനാശമുണ്ടാക്കുകയും മനുഷ്യർക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്നത് ഇവിടെ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശത്തെ കർഷകരുടെ ഏക്കർ കണക്കിന് കൃഷിയാണ് പാടെ തകർത്തത്. ആനയിറങ്ങിയ വിവരം ഉദ്യോഗസ്ഥരെ കൃത്യമായി അറിയിക്കാറുണ്ടെങ്കിലും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ശാശ്വത പരിഹാരവും ഉണ്ടാകുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വരും ദൂരെ മാറി നിന്ന് 2 പടക്കം പൊട്ടിക്കും. അതോടെ അവരുടെ ചുമതല കഴിഞ്ഞു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പടക്കം പൊട്ടുമ്പോൾ ആന അതിന്റെ വഴിക്ക് പോകും. ഉദ്യോഗസ്ഥർ വണ്ടിയെടുത്ത് അവരുടെ വഴിക്കും പോകും. ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. സംസ്ഥാനത്ത് ഭരണം മാറിയിട്ടും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർക്ക് കഴിയുന്നില്ലെന്ന കടുത്ത അമർഷത്തിലാണ് അട്ടപ്പാടിയിലെ ജനങ്ങൾ. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇവിടെ ഈ ആന വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി ഇതുവരെയായിട്ട് ഒരു പരിഹാരവും കണ്ടെത്തുന്നില്ല. ഒരു 2 വർഷത്തിന് മുമ്പ് ഇവിടെ ഒരാളെ കൊലപ്പെടുത്തി. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരെയാണ് ഇവിടെ ഇവരെ പേടിച്ച് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കൃഷി ജീവിക്കാൻ പറ്റില്ല, കന്നുകാലികളെ വളർത്താൻ പറ്റില്ല. കന്നുകാലിക്കിടുന്ന പുല്ലടക്കം ഈ ആന നശിപ്പിക്കുകയാണ്. അടയ്ക്ക കമു ഒന്നും ഞങ്ങൾക്ക് ഇവിടെ കൃഷി ജീവിക്കാൻ പറ്റിയിട്ട് 10-25 വർഷങ്ങളായി ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് അട്ടപ്പാടിയിൽ. ഇതിന് യാതൊരു പരിഹാരവും ഇവർ കണ്ടെത്തുന്നില്ല. മാറി മാറി വരുന്ന സർക്കാരുകളോ ഇതിന് ഇടപെടുന്നതുമില്ല. ഏതെങ്കിലും മലയിൽ നിന്നുകൊണ്ട് പൊട്ടിക്കും, അവരങ്ങ് പോകും. ആനയുടെ വഴിക്ക് കൃഷിയിടങ്ങളിലേക്ക് നീങ്ങും.